നമുക്ക് ബാസ്ക്യൂ നോട്ട് സ്റ്റിച്ച് എങ്ങനെയാണ് തയ്ക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ അതിന് ഞാൻ 6 strandsലുള്ള എംബ്രോയ്ഡറി ത്രെഡാണ് എടുത്തിട്ടുള്ളത്. ഈ ഒരു സ്റ്റിച്ചിനെ നമ്മൾ നോട്ടഡ് ലൂപ്പ് സ്റ്റിച്ച് എന്നും പറയാറുണ്ട്. ഈ ഒരു സ്റ്റിച്ച് തയ്ക്കാൻ വേണ്ടിയിട്ട് ആദ്യം നമുക്ക് ഇതുപോലെ 2 പാരലൽ ലൈൻസ് വരച്ച് കൊടുക്കാം. എന്നിട്ട് ഇതിൻ്റെ നടുക്കൂട് വേണം നമുക്ക് നീഡിൽ എടുക്കാൻ. ആദ്യം നമുക്ക് നീഡിൽ ഇവിടുന്ന് ഇതുപോലെ എടുക്കാം. അപ്പോൾ ഈ 2 ലൈൻ്റെയും സെൻറ്ററിൽ നിന്ന് വേണം നമുക്ക് നീഡിൽ എടുക്കാൻ. എന്നിട്ട് കുറച്ചൊരു ഡിസ്റ്റൻസ് വിട്ടിട്ട് നമുക്ക് ഈ ലൈനയിൽ കുത്തി ഈ ലൈനയിൽ നമുക്കിതുപോലെ നമ്മുടെ നീഡിൽ കൊണ്ടു നിർത്താം. എന്നിട്ട് ഇതുപോലെ മെല്ലെ നമുക്ക് വലിച്ചു കൊടുക്കാം. അപ്പോൾ ഇങ്ങനെ ഒരു സ്റ്റിച്ചാണ് വരുന്നത്. ഇതുപോലെ ചരിഞ്ഞ് വരും. എന്നിട്ട് നമുക്ക് ഇതിൻ്റെ ഉള്ളിലൂടെ ഇതുപോലെ നീഡിലിട്ട് കൊടുക്കാം. നീഡിലിട്ട് കൊടുക്കുമ്പോൾ ഈ ത്രെഡിൻ്റെ ഫ്രണ്ടിൽ കൂടെ നീഡിൽ ഇതുപോലെ ഇട്ട് കൊടുക്കാൻ പാടില്ല. ഈ ത്രെഡ് നീഡിലിൻ്റെ അടിയിൽ വെച്ചിട്ട് വേണം നമുക്ക് ഇതുപോലെ വലിച്ചു കൊടുക്കാൻ. അപ്പോൾ ഇങ്ങനെയാണ് വരുന്നത്. ഇനി നമുക്ക് അപ്പോൾ ഇവിടെ 2 ലൂപ്പാണ് വന്നിട്ടുള്ളത്. അതിൽ റൈറ്റ് സൈഡിലെ ലൂപ്പിൻ്റെ ഉള്ളിലൂടെ നമുക്ക് നീഡിൽ ഇതുപോലെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഈ നീഡിലിൻ്റെ അടിയിൽ നമുക്ക് ത്രെഡ് ഇതുപോലെ ചുറ്റി കൊടുക്കാം. എന്നിട്ട് നമുക്കിതുപോലെ മെല്ലെ വലിച്ചു കൊടുക്കാം. അപ്പോൾ വലിച്ചു കൊടുക്കുമ്പോൾ ഒരു നോട്ടാണ് വരുന്നത്. അപ്പോൾ അത് സെൻട്രൽ വരുന്ന രീതിയിൽ നമുക്ക് നീഡിൽ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് സെൻട്രൽ ആക്കി കൊടുക്കാം. ഇതുപോലെ കണ്ടോ. ഇനി നമുക്ക് അടുത്ത നോട്ട് തയ്ക്കാൻ വേണ്ടിയിട്ട് മുമ്പ് തയ്ച്ച പോലെ തന്നെ ഈ ലൈനയിൽ കുത്തി ഈ ലൈനയിൽ നമുക്ക് നീഡിൽ ഇതുപോലെ കൊണ്ട് നിർത്താം. എന്നിട്ട് ഇതുപോലെ മെല്ലെ വലിക്കാം. എന്നിട്ട് നമുക്ക് ഇതിൻ്റെ ഉള്ളിലൂടെ നീഡിൽ ഇതുപോലെ ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുക്കുമ്പം ഈ ത്രെഡ് നീഡിലിൻ്റെ അടിയിലായിരിക്കണം. എന്നിട്ട് നമുക്ക് ഈ റൈറ്റ് ലൂപ്പിൻ്റെ ഉള്ളിലൂടെ നീഡിൽ ഇട്ട് കൊടുത്തിട്ട് ത്രെഡ് നീഡിലിൻ്റെ അടിയിൽ ഇതുപോലെ ചുറ്റിക്കൊടുക്കാം. എന്നിട്ട് ഇതുപോലെ മെല്ലെ വലിച്ചു കൊടുക്കാം. എന്നിട്ട് നമ്മുടെ ലൂപ്പ് സെൻട്രൽ വരുന്ന രീതിയിൽ നമുക്കിതുപോലെ നീഡിൽ വെച്ചിട്ട് സെൻട്രൽ വരുന്ന രീതിയിൽ നമുക്കിതുപോലെ വെച്ച് കൊടുക്കാം. എന്നിട്ട് അടുത്ത സ്റ്റിച്ച് ചെയ്യാനും ഇതുപോലെ തന്നെ നമ്മൾ തയ്ച്ചു കൊടുത്താൽ മതി. ഇങ്ങനെ നമുക്ക് ഈ ലൈന് കംപ്ലീറ്റ് ചെയ്യാം. അപ്പോൾ ഈ ഒരു സ്റ്റിച്ച് എൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഇവിടെ ഇതുപോലെ ഇറക്കി കൊടുക്കാം. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ സ്റ്റിച്ച് കംപ്ലീറ്റ് ആകുമ്പോൾ വരുന്നത്. ഈ ഒരു സ്റ്റിച്ച് നമുക്ക് ബോർഡർ ഡിസൈനായിട്ടും അതേപോലെ ഡെക്കറേറ്റീവ് സ്റ്റിച്ചസിന് വേണ്ടിയിട്ടും ഒക്കെ യൂസ് ചെയ്യാം. അപ്പോൾ ഇന്ന് കാണിച്ച ഈ ഒരു സ്റ്റിച്ച് എല്ലാവർക്കും മനസ്സിലായെന്ന് കരുതുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ചോദിച്ചാൽ മതി. പിന്നെ വീഡിയോ പറ്റിയുള്ള അഭിപ്രായം എന്തായാലും എഴുതാൻ മറക്കല്ല. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം.